എന്താടാ പ്രശ്നം? നീ എന്താ ഒരു അണ്ടി പോയി അണ്ണാൻ വിളിക്കുന്നത്? എന്ത് പറയണ നിതീഷ് ചേട്ടാ, ഇവന്റെ വാക്കും കേട്ടിട്ട് ഈജിപ്തിനെ സപ്പോർട്ട് ചെയ്ത് പോലെ 8 നിലക്ക് പൊട്ടി. അതിനുശേഷം സ്വിറ്റ്സർലാൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു, അതും പൊട്ടി. ഇപ്പൊ ഇത് പറയുന്ന പുതിയ ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യും. ചേട്ടാ ഇംഗ്ലണ്ട് എന്തായാലും ജയിക്കും, ഉറപ്പാണ്. ഇംഗ്ലണ്ട് എന്തായാലും ജയിക്കും. ഏത് ഇംഗ്ലണ്ടിന്റെ? പിന്നെ അല്ലാണ്ട് നിങ്ങൾ എന്താ നിതീഷ് ചേട്ടാ? ഞാനില്ല മോനെ, ഇംഗ്ലണ്ടിനെ പണ്ടേ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് എന്തായാലും ജയിക്കും. നീ ഇത് പഠിക്കുന്നത് ജർമ്മനി ഉണ്ട്, സ്പെയിൻ ഉണ്ട്. ചോദിക്കാവോ? ചേട്ടാ ഇംഗ്ലണ്ടിന്റെ ജേഴ്സി ഇംഗ്ലണ്ടിന്റെ സ്റ്റോക്ക് കുറവാ. ഏത് കളിക്കാനൊക്കെ വേണ്ടത്? പ്രിന്റ് ഓഫിന്റെ ജേഴ്സി ഉണ്ടോ? എടാ ഫ്രണ്ട് ഓഫ് ക്രിക്കറ്റ് കളിക്കാറുണ്ടല്ലേ? ആ ശരിയല്ലേ. വെക്കാൻ്റെ ജേഴ്സി ഉണ്ടോ? വെൽക്കാൻ പറഞ്ഞ പഴയ കളിക്കാരനല്ലേ. ഇപ്പം കിട്ടണമെങ്കിൽ ഇപ്പം പായസാല കുമാരന്റെ ഇവിടെ പോകേണ്ടി വരും. ഇപ്പൊ കുമാരാന്റെ അടുത്ത് പോയിക്കല്ലേ ഇംഗ്ലണ്ടിന്റെ ജേഴ്സി കിട്ടണ്ടേ? കുമാരാന്റെ വീടിയാന്നും പറഞ്ഞു. ചേട്ടാ ഈ കുമാരാന്റെ വീടിയല്ലേ തുണിക്കച്ചവടം ജേഴ്സിയല്ലോ? ഏത് ഗാന്ധി കുമാരാട്ടിന്റെ? ഗാന്ധിയാ അറിയില്ല, ജേഴ്സി എല്ലാം കിട്ടും. അത് തന്നെ ആയിരിക്കും. ഇവിടുന്ന് 2 ഷോപ്പ് അപ്പുറം. കുമാരേട്ടനല്ലേ? അതെ, ഗാന്ധിയ കുമാരൻ. കുമാരേട്ടാ ഇവിടെ ഇംഗ്ലണ്ടിന്റെ ജേഴ്സി ഉണ്ടോ? ഇംഗ്ലണ്ടിന്റെയോ? നമ്മള് പുതിയ സ്ഥാനം അന്വേഷണം പറഞ്ഞ് കുമാരാന്റെ വീടിയെ കിട്ടുന്നു, അങ്ങനെ വന്ന. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാണോ എന്നോട് ബ്രിട്ടീഷുകാരുടെ ജേഴ്സി ചോദിക്കാൻ? ഇംഗ്ലണ്ടിന്റെ ജേഴ്സി വാങ്ങുന്നത് കിട്ടില്ല.